ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ i20 ആണ്. ആ i20 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ സ്റ്റണ്ണായി പോകും. അപ്പോൾ ഈ i20 എന്ന് പറഞ്ഞാൽ 2012 മോഡൽ ന്യൂ ഷേപ്പാണ്. ന്യൂ ഷേപ്പ് നമുക്കറിയാം, ഒരു i20 ഫസ്റ്റ് മോഡൽ ഉണ്ടായി, സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫോക്സ് ലാമ്പൊക്കെ ആയിട്ട് ഐജൻ i20 എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് ഈ ഐജൻ i20 2012 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോൾ കൂടാതെ ഇത് മാഗ്ന വേരിയൻ്റ് ആണ്. പിന്നെ i20 ഇത് നിലവിൽ ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ടും വെർത്താണ് ഈ ഒരു വണ്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് മുടക്കണ കാശിന് മുതലാണ് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. അതിനകത്ത് ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ഇല്ല. കാരണം നമുക്കറിയാം പല സ്ഥലങ്ങളിലും കണ്ടെയ്ൻമെൻറ്റ് സോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഡെലിവറി ഈ ഒരു സിറ്റുവേഷൻ മാറുന്നവരെ. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് സംസാരിച്ചേക്കാം. ഓക്കെ, പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. റേറ്റ് എന്തായാലും ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2012 മോഡൽ ഹ്യുണ്ടായി ഐജൻ i20. അപ്പോൾ ഈ i20നെ കുറിച്ച് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മോഡൽ i20 അല്ല, ഇത് സെക്കൻഡ് ജനറേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് ഫേസ് എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. ഈ ഒരു i20യുടെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 88 bhp at 4000 RPM കിട്ടും. ടോർക്ക് നോക്കുകയാണെങ്കിൽ 219 Nm at 1500 to 2750 RPM കിട്ടും. ബോഡി ടൈപ്പ് ഹാച്ച് ബാക്ക് ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 45 ലിറ്റേഴ്സ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായി i20 എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മൈലേജ്, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല മൈലേജ് തന്നെ ഒരു വെഹിക്കിൾ തന്നെയാണ്. നമുക്ക് ഈ വണ്ടിക്ക് ഒരു 20 km/ലിറ്റർ ഡീസൽ നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. കേട്ടോ, ഇത് ടോപ്പ് നോക്കുമ്പോൾ തന്നെ സ്പോർട്ടി ലുക്കാണ് അല്ലേ, ഒരു പവർഫുൾ വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ടയർ നോക്കുമ്പോൾ ടയർ എടുത്ത് കാണിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ടയർ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് കാണാൻ പറ്റും. 195/60 15 ഇഞ്ചാണ്. സാധാരണ നോർമലായിട്ട് 14 ഇഞ്ചാണ് വരുന്നത്. ഇതിപ്പോൾ അപ്ലിഫ്റ്റ് ചെയ്തൊക്കെയാണ്. കൂടാതെ നമുക്ക് ലോ പ്രൊഫൈൽ, കുറച്ച് ലോ പ്രൊഫൈൽ നമുക്ക് എടുത്ത് പറയാം 195 കിടക്കണം. ആ ഒരു പ്രൊഫൈലിലേക്കാണ് ടയർ ഇവിടെ ഇട്ടേക്കണം. കൂടാതെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ആ ഒരു ഫിനിഷിങ് കാണാൻ പറ്റും അല്ലേ, ഒരു എന്താ പറയുക, ഒരു പുതുമ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടയർ ഭാഗം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ ഒരു ടയർ കണ്ടീഷൻ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളൊന്ന് ടോപ്പ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും മിറർ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ റിയർ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ടയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേട്ടോ, ആ ടയർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമുക്കൊരു സ്പോർട്ടി ലുക്ക് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു മാഗ്ന വേരിയൻ്റ് ആണ്. നമുക്കറിയാം മാഗ്ന ഓപ്ഷനിലാണ്. ഒട്ടുമിക്ക നമ്മൾ ഒരു സ്പോർട്സിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ നിലവിൽ ഇൻറ്റീരിയേഴ്സിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇൻറ്റീരിയറൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ മിറർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മിറർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ അത് പുതിയ ന്യൂ ഒരു കപ്പ് മേടിച്ച് തരുന്നതാണ്. അത് മിററിൻ്റെ കപ്പ് അത് ലൂസായിരുന്നു, അത് മാറ്റി വെച്ചൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഒട്ടുമിക്ക കൺട്രോൾസ് നമുക്ക് ഡോർ പാഡിൽ തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, വിത്ത് മിറർ അഡ്ജസ്റ്റബിൾ ആ ഒരു നോബും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി മെയ്ഡ് ആ ഒരു സീറ്റ് തന്നെയാണ് ഇപ്പോഴും കിടക്കണം, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ ആ ഒരു സീറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ബാക്ക് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ എഡ്ജസ് വന്നേക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കടന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. വളരെ ക്വാളിറ്റിയും വളരെ നീറ്റായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെ കിട്ടണം. കൂടാതെ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ സ്പോർട്സിലും അതേപോലെ ആസ്റ്റലിലൊക്കെ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ഫുള്ള് ഒരു എന്താ പറയുക കൺസോൾ തന്നെയാണ് നമുക്ക് മ്യൂസിക്കിനോട് കിട്ടുന്നത്.
2012 മോഡലാണെങ്കിലും വളരെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത്. കൂടാതെ നമുക്കിവിടെ ഒരു റിമോട്ട് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് എൻ്റെ ഇഗ്നീഷനും അതേപോലെ തന്നെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഞാൻ പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഇവിടെ സ്ക്രീനിൽ തന്നെ ഒട്ടുമിക്ക കൺട്രോൾസും കിട്ടുന്നുണ്ട്. വിത്ത് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും, ക്ലൈമറ്റ് കൺട്രോളല്ല, ക്ലൈമറ്റ് ഔട്ട്സൈഡ് ക്ലൈമറ്റ് എത്രയാണെന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റിയർ ഭാഗത്ത് ആ സീറ്റും ആ ഒരു ക്ലെൻലിനെസ് നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉൾവശം നമുക്ക് എടുത്ത് പറയാനുള്ളത്. കിലോമീറ്റേഴ്സ് 1 lakh ഇപ്പോൾ വണ്ടി നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. 1 lakh നമുക്ക് I20നെ മറിച്ച് നോക്കുമ്പോൾ 1 lakh ഒന്നൊരു കിലോമീറ്റേഴ്സ് അല്ല, സുഖമായിട്ട് തന്നെ വണ്ടി ഒരു 2 lakhൻ്റെ മുകളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗം ഒന്ന് പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു എന്താ പറയുക, ഒരു ലെഗ് സ്പേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല വിശാലമായിട്ട് തന്നെ നമുക്ക് കാല് നിവർത്തി ഒന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബിൽറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കാം, നമുക്ക് കൂടെ കാണാൻ പറ്റും. കൂടാതെ തന്നെ ഒരു വൃത്തിയുള്ളൊരു ഇൻറ്റീരിയേഴ്സായിട്ട് നമുക്കിവിടെ എടുത്ത് പറയാവുന്നതാണ് ഈ ഒരു I20യുടെ. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഒന്ന് വിശദമായിട്ട് തന്നെ പഠിച്ചേക്കാം. കാരണം എഞ്ചിൻ ഭാഗം ഞാൻ മെയിനായിട്ട് എല്ലാ വണ്ടിയും എടുത്ത് കാണിച്ചു തരാറുണ്ട്. നമുക്ക് ഈ ഒരു I20യുടെ എഞ്ചിൻ ഭാഗം ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എഞ്ചിൻ ഭാഗം കാണിച്ചു തരാൻ പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈ പെർഫോമൻസ് ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഒരു രീതിയിലുള്ള പവർ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. കൂടാതെ നമ്മളിവിടെ ഞാൻ ടോപ്പ് റൂഫൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ചെറുതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ പോകാവുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയേക്കാം. എത്ര ശതമാനം ബൂട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഇത് കാണുന്നതാണ് I20യുടെ ആ ഒരു ബൂട്ട് സ്പേസ്. അപ്പോൾ ഈ ബൂട്ട് സ്പേസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കാം. കണ്ടോ, ഈ ഒരു I20യുടെ വില 3,20,000 രൂപയാണ്. എന്തെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ താല്പര്യമുള്ളവർ ഈ വീഡിയോന് താഴത്തെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഞാൻ ടോപ്പ് ഭാഗവും എഡ്ജ് ടു എഡ്ജ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി ഈ വണ്ടി എവിടെയാണ് കിടക്കുന്നത്? ഈ വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ ടൗണിൽ തന്നെയാണ്. ഫോർമുല 1 മോട്ടോഴ്സ് എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ കാണാം. ഈ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യാം. ലോൺ വേണമെങ്കിൽ ലോൺ നമ്മൾ ഇവിടെ തന്നെ സാങ്ഷൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സ്കീമുകൾ ഫോർമുല 1 മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം മാറണമെന്നുണ്ടെങ്കിൽ ബസ്, ട്രെയിൻ, മെട്രോ ഈ മുഖേനയൊക്കെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 12 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോറൂം. അപ്പോൾ I20യുടെ ഫുൾ വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി കുഴപ്പമൊന്നുമില്ല, സൂപ്പർ വണ്ടി, ലുക്ക് വണ്ടിയാണ്. പ്രത്യേകിച്ച് അലോയും റെഡ് വൈറ്റ് കോമ്പിനേഷനുള്ള അലോയ് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഫുള്ള് മാറി. ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ വലിയ അലോയ്സ് കിട്ടുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഫുള്ള് മാറിപ്പോയി. അപ്പോൾ ഈ ഒരു റേറ്റിൽ ഏറ്റവും നല്ല വണ്ടിയാണ്. റേറ്റ് നിങ്ങൾ ചോദിക്കാൻ റേറ്റ് അറിയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഈ റേറ്റിന് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടമില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ഡീസൽ വണ്ടിയാണ്. എന്തായാലും നിങ്ങൾക്ക് മൈലേജ് ഒരു 20 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ നിങ്ങൾക്ക് കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ 18 എന്തായാലും ഷുവറായിട്ട് കിട്ടും. കാരണം പേഴ്സണലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അതിൻ്റെ വില പറയുന്നത്. ഇനി വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തണം. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ 1 മാസമോ കഴിയും. അപ്പോഴേക്കും വണ്ടി സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് I20 ഡീറ്റെയിൽ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും
ഫോളോ ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.